ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരുപാട് ബ്രസീലിയൻ താരങ്ങളുടെ കൂടുമാറ്റങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ 7 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് കൈഗിയാണ്. അതായത് നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്കാണ് കൈഗി. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബായ കോമോ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 9 മില്യൺ യൂറോയാണ് അവർ താരത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ 15 മില്യൺ യൂറോ കൈഗിക്ക് വേണ്ടി ലഭിക്കണം എന്നാണ് ക്രുസൈറോയുടെ ഒരു നിലപാടായിക്കൊണ്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് ഗബ്രിയേൽ ജീസസ് ആണ്. ഈ താരത്തെ ജനുവരിയിൽ തന്നെ ഒഴിവാക്കാനായിരുന്നു ആഴ്സണലിന്റെ ഒരു പദ്ധതി. പക്ഷേ ക്ലബിനകത്ത് തന്നെ തുടരാൻ ഈ ബ്രസീലിയൻ താരം തീരുമാനിക്കുകയായിരുന്നു. ഈ സീസൺ അവസാനിക്കുന്നത് വരെ തൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ഗബ്രിയേൽ ജീസസ് തീരുമാനിച്ചിരുന്നു. താരത്തിൻ്റെ മുൻ ക്ലബ്ബായ പാൽമിറാസ് ജീസസിനെ തിരികെ എത്തിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. ഇന്നലെ ഇന്റർ മിലാനെതിരെ 2 ഗോളുകൾ നേടിക്കൊണ്ട് ജീസസ് തൻ്റെ ആ ഒരു പ്രതിഭ വീണ്ടും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് ലുക്കാസ് പക്കേറ്റയാണ്. അതായത് ഈ മധ്യനിര താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഫ്ലമംഗോയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. അതായത് വെസ്റ്റ് ഹാം യുണൈറ്റഡിന് അവരിപ്പോൾ പുതിയ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. ആ തുക എത്രയാണ് എന്നുള്ളത് വെളിവായിട്ടില്ല. പക്ഷേ 45 മില്യൺ യൂറോ പക്കേറ്റയ്ക്ക് വേണ്ടി ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിൽ നിന്നും ഇതുവരെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് പിന്മാറിയിട്ടില്ല. ഇനി നാലാമത്തെ താരം അത് എഡേഴ്സൺ ആണ്. അതായത് ബ്രസീലിയൻ മധ്യനിര താരമായ ഇദ്ദേഹം നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അറ്റ്ലാന്റ താരത്തെ കൈവിടാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ്. ഇനി അഞ്ചാമത്തെ താരം അത് കാവ പ്രൈറ്റസ് എന്ന താരമാണ്. അതായത് ബ്രസീലിൻ്റെ അണ്ടർ 17 ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ലെഫ്റ്റ് ബാക്കാണ് പ്രൈറ്റസ്. ക്രുസൈറോക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയ ഡോർട്ട്മുണ്ട് സ്വന്തമാക്കുകയാണ്. അടുത്ത സമ്മറിൽ ഇദ്ദേഹം അങ്ങോട്ട് പോകും. 12 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ബൊറൂസിയ ഇപ്പോൾ ചിലവഴിക്കുന്നത്. ഇനി ആറാമത്തെ താരം അത് റയാനാണ്. വാസ്കോയുടെ താരമായ ഇദ്ദേഹം ബേൺമൗത്തിൻ്റെ ഓഫർ സ്വീകരിച്ച് അവരുമായി ഒരു ധാരണയിൽ എത്തിയിരുന്നു. പക്ഷേ താരത്തിൻ്റെ ക്ലബ്ബായ വാസ്കോ ഇതുവരെ ബേൺമൗത്തുമായി ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടില്ല. അതായത് റയാനോട് കാത്തിരിക്കാനാണ് വാസ്കോ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബയൺ മ്യൂണിക്ക്, ന്യൂകാസൽ യുണൈറ്റഡ്, ബൊറൂസിയ ഡോർട്ട്മുണ്ട് എന്നിവരൊക്കെ ഇതിനേക്കാൾ ഒരു മികച്ച ഓഫർ നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വാസ്കോയുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് റഫേൽ വെയ്ഗയാണ്. അതായത് ബ്രസീലിയൻ മധ്യനിര താരമായ ഇദ്ദേഹം പാൽമിറാസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 30 വയസ്സുള്ള വെയ്ഗയ്ക്ക് വേണ്ടി മെക്സിക്കൻ ക്ലബ്ബായ അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ക്ലബ്ബ് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. 10 മില്യൺ ഡോളറാണ് താരത്തിന് വേണ്ടി അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.